ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഡ്രീം ട്രിപ്പിൻ്റെ എൻഡ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു 8 ഡേയ്സ് നമ്മളുണ്ടാവും. തിരിച്ച് നാടെത്തുന്നത് വരെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ ആ സോജില്ല പാസ് വഴിയൊക്കെയാണ് പോകുന്നതെങ്കിൽ ദിവസവും ന്യൂസ് വരുന്നുണ്ട്. സോജില്ല പാസിൽ ഇന്നലെ ഫുൾ ഐസ് വീണിട്ട് JCB ഒക്കെ കൊണ്ടവർ കോരി മാറ്റണം. അത് കഴിഞ്ഞ് ഇന്നലത്തെ ന്യൂസിൽ റോഡ് ബ്ലോക്കായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേടിയുണ്ട്. വീടെത്തുന്നത് വരെ സുഖമായിട്ട് എത്തണേ എന്നൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, പ്രാർത്ഥനയാണ്. ഇവിടം വരെ നമ്മൾ സുഖമായിട്ട് എത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ്. ഇന്നലെ എനിക്ക് വയറിന് ലൂസ് മോഷനും കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം എനിക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്രശ്നമാണോ എന്നറിയില്ല. എനിക്ക് ഗ്യാസ് കയറിയിട്ട് വയറുവേദന എന്ന് പറഞ്ഞാൽ വോമിറ്റിങ്, ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ വരും, വോമിറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം വോമിറ്റ് ചെയ്ത്, എന്നിട്ടൊന്നും കുറവില്ല. ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറവില്ല. പിന്നെ ഞാനൊരു പാരസെറ്റമോൾ കഴിച്ചപ്പോൾ സുഖമായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും പോത്ത് പോലെ കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഫുള്ള്. അങ്ങനെ രാവിലെയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് ഇറങ്ങി. നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡാണ്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇന്നില്ല ഗസ്റ്റായിട്ട്. നമ്മൾ ഇവിടെ 2 ദിവസം ഇന്ന് ഫുൾ നമുക്ക് റെസ്റ്റാണ്. കാരണം ഇത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. വേദയ്ക്ക് നല്ല തലവേദനയായിരുന്നു. ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. നമ്മൾ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ അറിയുന്നില്ല. ഇത് ആപ്രിക്കോട്ട് ട്രീ കേട്ടോ. ആപ്പിളാ? പിന്നെ ഇത് ആപ്രിക്കോട്ട് ട്രീ. കാ വന്ന് നിൽക്കണം അല്ലേ? അത് വാൾനട്ട് ട്രീ. ഇതാണ് വാൾനട്ടാ? ഇത് വാൾനട്ട് ട്രീ. അത് ആപ്രിക്കോട്ട് ട്രീ. ഇവിടെ നിറയെ ആപ്രിക്കോട്ടൊക്കെ ഉണ്ട്. പോകുമ്പോൾ നമുക്ക് ആപ്രിക്കോട്ട് വാങ്ങിച്ചിട്ട് പോകണേ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വൈകിട്ടൊന്ന് മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം എന്നൊരു പ്ലാനുണ്ട്. ഇത് മെയിൻ ലേ ആട്ടോ. എനിക്ക് വയ്യ എങ്കിലെങ്ങും പോകുന്നില്ല. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്. ചപ്പാത്തിയും എഗ് ബുർജിയും. കുഞ്ഞു പ്ലേറ്റ്. എനിക്ക് തോന്നുന്നു എഗ്ഗ് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ചപ്പാത്തി ഇങ്ങനെ കയ്യിൽ വെച്ച് വലിയ ചപ്പാത്തി കേട്ടാ. വയറിന് നല്ലത് തന്നെ എന്തോ എഗ്ഗ്. ഏതൊക്കെ എഗ് ബുർജിയൊന്നും ഇഷ്ടമല്ല. മുറുക്കി ഇഷ്ടമാണ്. രാവിലെ നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ. രാത്രി എനിക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു ഇന്നലെ. ഇവിടെ മഴ പെയ്തു ഇന്നലെ രാത്രി. പക്ഷെ ഇപ്പം ചൂടുണ്ട് കേട്ടോ. ഈ കോട്ടൊക്കെ ഇട്ടിട്ട് ചൂടെടുക്കണം. എനിക്ക് കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കണം. റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം. ഉറങ്ങിയില്ല, ചിലപ്പോൾ അതിൻ്റെ ക്ഷീണമായിരിക്കും കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റൂമിൽ വന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ കുറേ എഡിറ്റ് ചെയ്യാനുണ്ട്. നല്ല ക്ഷീണമുണ്ട്. വേദ എന്തോ ചെയ്യാൻ വേണ്ടി ക്രാഫ്റ്റാ. ഒരു ബാഗ് നിറച്ച സാധനം കൊണ്ടുപോയി. ഞാൻ അന്നേ പറഞ്ഞു ആവശ്യമില്ലാതെ ഇതിലൂടെ ചുമന്നൊന്നാമത് വണ്ടിയിൽ സ്ഥലമില്ല, വേണ്ടടി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അതും ചുമന്നുകൊണ്ട് വന്ന്. പക്ഷെ ഇന്നിപ്പോൾ ഉപകാരപ്പെട്ടു. ഇന്നാണ് ആ സാധനം എടുത്ത് വരയ്ക്കൊക്കെ അല്ല ഏതൊക്കെ ഒരു ദിവസം ചെയ്ത്. അങ്ങനെ വേദ അത് ചെയ്യണു, ഞാൻ എഡിറ്റ് ചെയ്യുന്നു. ഏട്ടനും എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. കുറച്ചൊക്കെ ഏട്ടനും എഡിറ്റ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. ചോറ്, തൈര്, ഗുഡ് ബാക്ടീരിയ, റൈത്ത, മസാല പപ്പട്, ഏട്ടൻ ഓംലെറ്റ് പറഞ്ഞു, ചമ്മന്തി, സാധാ ചമ്മന്തി ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി, നാരങ്ങ അച്ചാർ എല്ലാം ഉണ്ട്. ഇഞ്ചി അച്ചാറില്ല. നല്ല ചൂട് ചോറ് കേട്ടോ. ഇതിൽ തണുത്ത തൈര് ഒഴിക്കുമ്പോഴാണ്. ഇത് മറ്റേ ബസുമതി റൈസ് പോലത്തത്. തൈര് ഒഴിക്കട്ടെ പൊന്നു? ഓക്കെ, ഞാൻ എടുക്കണേ. റൈത്ത. ഇത് ചെമ്മീൻ ചമ്മന്തിയാണോ മറ്റേ ചമ്മന്തിയാണ്? ചെമ്മീൻ എനിക്ക് വേണ്ട. അല്ല, ഇത് മറ്റേ സാധാ ചമ്മന്തി. പൊന്നിനാണോ? ഇത് ഉണക്കമീനല്ലടാ. ദെൻ പപ്പട്. ഇത് കപ്പലിൻ്റെ കിട്ടും. മുളക് വറുത്തത്. അയ്യോ, വേണ്ടേ മുളക് വറുത്തത്? അതും വേണ്ടേ? എനിക്ക് മാങ്ങാച്ചാറാണോ നാരങ്ങാച്ചാറാണോ? ഞാനൊരു നാരങ്ങാച്ചാർ എടുത്തു.
എല്ലാം കൂടെ മിക്സ് ചെയ്ത്. പാവയ്ക്ക വറുത്തതും ഉണ്ട്. ഓക്കെ, കയ്യിലാക്കാൻ വയ്യ, തൈര് തണുപ്പ്. ഭയങ്കര തണുപ്പ് കേട്ടാ. നമ്മൾ എങ്ങനെ 8 ദിവസം ഇവിടെ കഴിയാറില്ലേ നമ്മളിങ്ങനെ. എനിക്കേ ഉള്ളൂ പ്രശ്നം, അവർക്കാർക്കൊന്നും വലിയ കുഴപ്പമില്ല. गरम पानी? जी मैम। ठीक है मैम। ठीक है, अच्छा है. പൊന്നിന് ഓംലെറ്റ് വേണ്ടേ? ഫുഡൊക്കെ കഴിച്ചിട്ട് ദേ വെയിൽ കൊള്ളായിരിക്കും കേട്ടോ. അതിനകത്ത് ചൂടുവെള്ളമൊക്കെ തന്ന ഗിരി, അതിനകത്ത് ഭയങ്കര തണുപ്പ് കേട്ടോ. അപ്പോൾ ഗിരി പറഞ്ഞു നമുക്കിപ്പോൾ ലോണ്ടറി കൊടുത്ത ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാം, വാ പോയിട്ട് ലേ മാർക്കറ്റൊക്കെ കറങ്ങി നല്ല ആപ്രിക്കോട്ട്സ് ഒക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ വാങ്ങിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തണുപ്പ് പറ്റണില്ല എന്ന് പറഞ്ഞു. ഭയങ്കര ക്ഷീണം, നല്ല ഉറങ്ങാത്തതിൻ്റെ കൂടി ക്ഷീണമാണെന്ന്. അങ്ങനെ നമ്മൾ അപ്പോൾ ഗിരി പറഞ്ഞു നിങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കി. ഇരിക്കുന്നത് കൊണ്ടാണ് ഭയങ്കര തണുപ്പ്, പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ വെയിൽ കൊണ്ടപ്പോൾ നല്ല ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. ഇവിടെ വലിയ തണുപ്പില്ല, തണുപ്പുണ്ട്, പക്ഷേ എങ്കിലും ആ വെയിൽ കൊണ്ടപ്പോൾ ഒരു നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ ഗിരി ഫുഡ് കഴിക്കാൻ പോയി. 2:30 ആകുമ്പോൾ ലോണ്ടറി വാങ്ങിക്കാൻ പോവാം, പോയിട്ട് ലേ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി. ഇവിടെ ഗുഡ് ആപ്രിക്കോട്ട്സ്, ഡ്രൈ ആപ്രിക്കോട്ട്സ് കിട്ടും. അപ്പോൾ ആപ്രിക്കോട്ട്സ് ഒക്കെ വാങ്ങി നമുക്ക് തിരിച്ച് വരാം കേട്ടോ. ലോണ്ടറി വാങ്ങാൻ പോവാണ്. ഒട്ടും വയ്യ, 8 ദിവസം എങ്ങനെയാണോ എന്തോ, വണ്ടി കയറുമ്പോൾ ചൂടാവും. ഗിരിയും ഏട്ടനും കൂടി ലോണ്ടറി വാങ്ങാൻ പോവാണ്. അങ്ങ് ഉള്ളിലോട്ട് ഇവിടെയാണെന്ന് തോന്നുന്നു. നമ്മൾ കാറിൽ തന്നെ ഇരിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര പോകുമ്പോൾ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തെടുക്കുന്നത്. ഇന്നർ വെയർസ് ഉൾപ്പെടെ അവർ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് തരും. ഇതാട്ടോ ലോണ്ടറി സെറ്റപ്പ്. നമ്മൾ ഇന്നിപ്പോൾ കൊടുത്താൽ നാളെ കിട്ടും. കാരണം വാഷിംഗ് മെഷീനിലിട്ട് ഡ്രൈ ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്തൊക്കെ തരും കേട്ടോ. വലിയ സെറ്റപ്പാണ്. ഇവിടെ റേറ്റും കുറവാട്ടോ. 1 കിലോ 120 അങ്ങനെ എന്തോ ഉള്ളൂ. മറ്റുള്ള സ്ഥലത്തൊക്കെ പോയാലും നമ്മൾ കുറേ കൊടുക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് ആവും. ഇതെല്ലാം കൂടി ഒരു 1300 എത്രയോ ആയിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു 3000-4000 രൂപയാണ് ഞങ്ങൾ ലോണ്ടറിക്ക് ഇതിൻ്റെ പകുതി ഉണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ ആവുന്നത്. അതെ, ഷൂസ് വരെ ലോണ്ടറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ലോണ്ടറി ഓപ്ഷൻ നന്നായിട്ടുണ്ട്. നമ്മുടെ ലോണ്ടറി ചോദിച്ചപ്പോൾ റെഡി ആയില്ല, കുറച്ചുകൂടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഞങ്ങളെ മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഗിരിക്ക് എന്തോ ഇവിടെ വൈഫൈ ക്ലിയർ ചെയ്യാനായിട്ട് ആരോ വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചിങ്ങ് വന്നു കേട്ടോ. അങ്ങനൊരു കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ്. എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര തണുപ്പും. എന്തെങ്കിലും 1-2 സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. ഞാൻ അതാ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി കാണും, ഞാൻ കാറിലിരിക്കാം, എനിക്കൊന്നിനും പറ്റുന്നില്ല. പശുക്കുട്ടിയൊക്കെ വേറെ എന്താ കലപ്പ അതുകൊണ്ടാ നമ്മുടെ ഇവിടെയുള്ള പോലെ. ഇവിടെ ഉള്ളവർ പറയുകയാണേ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലല്ലോ തണുപ്പെന്ന്. എന്തോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അതാരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഗിരിയുടെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ വൈഫൈയുടെ ആൾക്കാരെന്തോ വന്നിരുന്നു. അതെല്ലാം വന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ഇറങ്ങി. അവിടെ ഒരു സ്തൂപം കാണാനുണ്ടായിരുന്നു, ബുദ്ധസ്തൂപം അങ്ങനെ എന്തോ ആയിരുന്നു, ലേലാട്ടോ. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എന്തോ ഉള്ളൂ കാറിൽ വന്നപ്പോൾ. മാക്സിമം ഇങ്ങനെ കാറ് വരും. എനിക്കാണെങ്കിൽ ഒട്ടും നടക്കാനോ എടുക്കാനോ ഒന്നിനും വയ്യ, എങ്കിലും വന്നു. നിറയെ ആൾക്കാർ, വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ദൂരം നടന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. അച്ഛനും മോളും കൂടി മുകളിൽ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ അല്ലേ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. എൻ്റെ ഹെൽത്ത് എന്നെ ഒരുപാട് പിന്നിലോട്ടാക്കി. ആദ്യത്തെ 1-2 ദിവസമൊക്കെ പിന്നെയും ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകെ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി, ഭയങ്കരമായിട്ട് വീക്കായി. എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്ത ഒരു സാഹചര്യമായിപ്പോയി കേട്ടോ. നമുക്ക് അവിടെ ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്സും കാര്യങ്ങളൊക്കെ വരും. ടാബ്ലറ്റ് കഴിച്ചിട്ടും എനിക്ക് മാത്രമേ ഉള്ളൂ, വേദയ്ക്ക് കാരണമൊന്നും വേറെ പ്രശ്നമില്ല. അവരെ കൂടി ഞാൻ, കാരണം അവരുടെ ട്രിപ്പ് കൂടി എൻജോയ് ചെയ്യാൻ പറ്റാതെ ആയി. എന്തായാലും ഇതുവരെ കാർ ഓടിച്ച് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതാണ് ഒരു ബുദ്ധസ്തൂപം അങ്ങനെ എന്താ കേട്ടോ പറഞ്ഞത്, ഞാനത് ഓർക്കുന്നില്ല. ഇത് 2-3 ദിവസമായ വീഡിയോ എനിക്ക് ഇപ്പോഴാണ് വോയിസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ടൈം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ.
നല്ലൊരു വ്യൂ ആയിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ലേ ഫുൾ കാണാൻ പറ്റും, കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ ലേയും കർത്തുങ്കൽ പാസും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. കർത്തുങ്കൽ പാസ് എന്ന് പറയുന്നത് വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡാണ്. നാളെ നമ്മൾ അതുവഴിയാണ് ട്രാവൽ ചെയ്ത് പോകുന്നത്. അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെയും നമ്മൾ സേഫായിട്ട് എത്തി, മുന്നോട്ടും അങ്ങനെ തന്നെ പോകണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും കൊണ്ടാണ്. നമ്മൾ വീഡിയോസിലും മറ്റും കാണുന്ന ഒരു ഭംഗിയല്ലല്ലേ, ഭംഗിയുണ്ട്, പക്ഷേ റോഡും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. നമ്മൾ അത്രയും സൂക്ഷിച്ചും കണ്ടും നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട ഒരു സ്ഥലമാണല്ലേ. അത്രയും എക്സ്പേർട്ട് ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ട് വരുന്നൊരു സ്ഥലമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവണം. ക്ലോക്ക് വൈസ് നമ്മൾ അവിടെയാണ് നാളെ പോണേന്ന്. നുബ്രാവേലി, അവിടെ നുബ്രാവേലി സെക്കൻഡ് ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ്. വണ്ടി പോകുന്ന സെക്കൻഡ് ഹയസ്റ്റ് റോഡ് നുബ്രാവേലി. नुब्रावेली में अच्छा होटल है. होटल, कैंप्स, cottages. ലഡാക്ക് കഷ്ടമാണ്, കഠിനമാണ്. ബ്യൂട്ടി എക്സ്പ്ലോർ എല്ലാം ശരി. But some altitude sickness. Okay, so on our way back to hotel, we'll just go to hospital emergency ward. No. And then they will give you one. We have tablet. Which one? I can't recall the name of that. Me too. We are eating morning Dimox and evening. or something like that. Yes. Dimox. You took it From Kerala and we started from yesterday. Day before yesterday. അല്ലേ, ഞാൻ കാറിൽ ഹീറ്റർ ഇട്ടിരിക്കും, നിങ്ങൾ രണ്ടുപേരും എക്സ്പ്ലോർ ചെയ്തിട്ട് വരും. എനിക്ക് വണ്ടിയിൽ നിന്ന് കണ്ടാൽ മതി. പിന്നെ എനിക്ക് തുർത്തുക്കിൽ വരണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ വേൾഡിലെ ഹയ്യസ്റ്റ് പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യണൊരു സ്ഥലമുണ്ട്. ഭയ്യ, വേൾഡ് ഹയ്യസ്റ്റ് പോസ്റ്റ് ഓഫീസ് Spiti. We are going? No. കണ്ട തറ കിടന്ന് വേസ്റ്റിനെ അയാളെടുത്ത് കളയുന്നത്. നമ്മളാണെങ്കിൽ ഒരു കുപ്പി കൈ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അവിടെ ഇടും. എൻ്റെ കാര്യം കൂടെ കേട്ടോ പറഞ്ഞത്, സത്യമായിട്ടുള്ള കാര്യമാണ്. പുള്ളി അവിടെ കിടന്ന ബോട്ടിലിനെടുത്ത് വേസ്റ്റ് പിന്നിടുന്നു. ഇൻ കേരള ഇഫ് വി സീ ലൈക്ക് ദിസ് വി പുട്ട് അവേഴ്സ് ഓൾസോ. not here. മണാലി റോഡിലാണ് സ്പിറ്റി വാലി, അവിടെയാണ് വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. Yeah, it's over there. ആ റൂട്ടിലാണ്. നമ്മൾ അതുവഴി പോണില്ല. In Ladakh we have world highest motorable road. Okay. And in Spiti, world highest post office. Post office. Yeah. From there we got a certificate, Nubra Valley. From where we get a certificate? I would say in Umlingla. Huh? Umlingla. Mingla. You will be going there, I heard from mine. Okay. നമ്മൾ ലേ മാർക്കറ്റിൽ വന്നതാണ്. ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടിയത്, ഇവിടെ ഇട്ടത്. ഇന്നലെ ഗിരിബായ് വന്ന് വെറ്റിയടിച്ചു 4500 രൂപ. ചെയിൻ ഇട്ടിട്ട് പോയി പോലീസ് റോഡ് സൈഡിലിട്ടതിന്. അതുകൊണ്ട് നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്നാണ് പാർക്ക് ചെയ്തത്. ഇങ്ങനെ ഇടുന്നതാ. അതിന്റെ പഴുത് കിട്ടും. ब्रेसलेट नहीं, इങ്ങനെ हाँ यस 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 यस. ये बाइक का फ्लैट है, ये कार का फ्लैट है. कार डालो. You want for car, right? Then Car. we need to take This गाड़ी के तो अच्छे. गाड़ी, yeah, ये गाड़ी का. How much? This 50 rupees. ये गाड़ी This गाड़ी. How much? गाड़ी size 50 rupees. 2. One This piece. Two, okay. Need 2. 2 piece, And yeah. घर में हाउस में House में ये big size. एक. How much? 100 rupees. 100 rupees. This how much? This 50 rupees. This also. Yes.
നീ എന്തോന്ന് എടുത്താ? How much? 180 this handmade stone. എല്ലാം സെയിം തന്നെ, ഓൾ സെയിം. Yes, same price. These yak bones. യാക്ക് Yak bones. യാക്ക് ബോൺസ്. ഓ, യാക്കിന്റെ ബോണാണെന്നത്. ഇത് ഒടിഞ്ഞു പോകുമായിരിക്കും, ഇത് എടുക്കാം. ഇത് പെണ്ണ് അത് തലയിൽ കുത്തുന്ന സാധനം. Yak stick. ക്ലിപ്പ് ഇറ്റ്സ് ബാംഗിൾ. 350 yes. ബാംഗിൾ Bangle. Jet stone. നമുക്ക് ഇത്ര മതി, വേണമെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും കാണണമെങ്കിൽ വാങ്ങിക്കാം. പോരെ? This all. Okay. 100, 200, 300, 450. 300, 450. പരിഗണന എന്തെങ്കിലും മാറി ആഫ്റ്റർ ഡിസ്കൗണ്ട് 50 की चाहिए Huh? तो 500 है Okay, 50 में फ्रिज नहीं ले तो ये तो ഫ്രിഡ്ജ് മാഗ്നറ്റ് നൈ. फिर ऐसे ले लो, फ्लैट्स ले लो गिफ्ट देने के लिए. ഗിഫ്റ്റ് ബൈക്കിന്റെ ഫ്രണ്ടിൽ ഇടാണോ? Bike, ബുള്ളറ്റിന്റെ ഫ്രണ്ടിൽ भाई का 2 दे दो വേണോ? 50 का. അത് വേണ്ട, നൈ. Fish? Fish में മാലങ്ങനെ ചെയിൻ chain is maximum 100 rupees, 150, 180. ഓക്കെ. നോ ഡിസ്കൗണ്ട്. Discount, some discount, last 500, many discount. നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചേ. ഇനി അർജൻറ്റ്? ഓക്കെ, മതി, ഇത്ര മതി പൈസ. ऐसे नहीं മെഡിറ്റേഷൻ. ये ऐसे नहीं है, ये मिर्ची मानो मेडिटेशन. 오늘 오나 हाँ मेडिटेशन कहता हूं दे 핑 거랑 दो मारता ऐसे होता है दिन दिन meditation ball early in the morning time. How Super, much? super. How much? 800. 800. Yeah. Three size. No, 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 thanks. No. No, no. ദേഷ്യം വന്നു. She's angry. അറിഞ്ഞാണോ പോവില്ലേ നമ്മള്? this mall road All right. Leh mall road Where we get acha apricot. we'll get it from that side Okay. but first we'll just take a walk in mall road है ये सारे हैं नहीं नहीं, this type of. इस टाइप का एक how much? दिस वन 200 रुपीज ये लीजिए मैम बहुत कलर बता. सारे कलर्स मिल जाएंगे This one will be madi. Normal. ठीक है और कुछ मैम ഓൾ സെറ്റ്. ഈ ടൗണിൽ ഇങ്ങനെ വേഷം ധരിച്ച ഏക വ്യക്തി ഞാനേ ഉള്ളൂ. ജാക്കറ്റ്, ഇതിൻ്റെ അടിയിലൊരു ജാക്കറ്റ്, അതിൻ്റെ അടിയിൽ സ്വെറ്റർ ഇട്ടിട്ട്, സ്വെറ്ററിൽ തെർമൽസ് ഇട്ടിട്ടുണ്ട്, ഗ്ലൗസ്, തൊപ്പി, സോക്സ്, ഇത്രയും ഡാബിളായിട്ട് ഈ ടൗണിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മോസ്ക്. ഓ, മോസ്ക് ആണെന്ന്. കേരള മേ മോസ്ക കളർ ഗ്രീൻ. that's the biggest mosque in Leh Ladakh ലഡാക്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് മോസ്ക് ആണെന്ന്. to try shapta ഷപ്റ്റ. yeah ഓക്കെ. do you guys eat mutton നോ നോ താങ്ക്സ്. chicken നോ, വെജിറ്റേറിയൻ ഓൺലി. vegetarian snacks വേണം കഴിച്ചോളൂ It's snacks? yeah Okay. so let's go over there Okay. Food street. yeah not exactly food street we'll go in a in Zila's kitchen you will find like sort of snacks everything yeah. Okay. Just the Kashmiri people they do Okay. man we have shawl Okay. Not Ladakis. ലഡാക്കി പീപ്പിള് വിളിക്കത്തില്ല എന്ന് വന്ന് വാങ്ങുന്ന് തുടങ്ങി. കാശ്മീരീസ് ആണ് വന്ന് വാങ്ങുന്ന് പറഞ്ഞ് വിളിക്കുന്നതായിരുന്നു. പിയേഴ്സ് ഇല്ലേ ഇവിടെ? സോപ്പ് തേച്ച് കുളിക്കുന്നവരാരും ഇല്ലേ? സോപ്പേ ഇല്ലെന്നൊന്നും.
ഇവിടെയുള്ളൊരു സോപ്പ് തെച്ച് കുളിക്കാറില്ല നമ്മൾ. ഇവിടെ ഒരു സെറ്റാണ്. ഒരു ബാർ സൂപ്പ് വാങ്ങിക്കാം. ഓക്കെ, അതിനിടയ്ക്ക് ഒരു ഡയറി മിൽക്ക് കിൻഡർ ജോയ്. ഈ ലഡാക്കിൻ്റെ സ്പെഷ്യലാണ് ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ട് വാങ്ങിച്ചിട്ട് കാറിൽ പോയിട്ട് ഒരു കോഫിയും കുടിച്ച് അങ്ങ് പോവാം. ഓ, ലോണ്ട്രി ശരിയാണ്, അത് മറന്നു. ഗോട്ട് Skin? Yeah, good skin. ഗോട്ട് സ്കിൻ. If anyone needs Tibetan Ayurvedic medicine, please contact him. Medicine. Tibetan medicine. Ayurvedic Medicine. medicine. ഇതല്ലേ മട്ടൺ ഷോപ്പ്. നമ്മൾ ചിക്കൻ ഷോപ്പിലുള്ള പോലത്തെ തിരക്ക് മട്ടൺ ഷോപ്പിൽ. ഓ, മട്ടൻ്റെ പരിപാടി എടുത്ത് ഇനി നാട്ടിൽ പോയി SPR നിന്നോ ബിസ്മിന്നോ മട്ടനോ കുറച്ചും കഴിക്കണം. നല്ല സമാധാനം. പക്ഷെ ഫ്രഷ് മട്ടൻ കേട്ടാ. നടക്കാൻ വയ്യ, ദാനത്തോട്ട് കയറി പോയി. ഓ, ഇവിടെയാണ് നമ്മൾ ഇന്നലെ ആസിഫ് കൊണ്ടുപോയത്. വലിയൊരു ഷോപ്പിലാണ് കേട്ടോ. മേ ബി ആസിഫിന് കമ്മീഷനൊക്കെ ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. നല്ല കടയിൽ കൊണ്ടുപോകാന്ന് പറയുന്നു, നമ്മൾ പോകുന്നു. ഇത് കുഞ്ഞു കുഞ്ഞു കട. നമ്മൾ പച്ചമുളക് Which one? This one smells very good, you know. Masala. In fire, not masala. ഫയറിലിടുന്നത്. കൊള്ളാമോ? It's like incense stick. ഓക്കെ. ദിസ് വൺ? No, dried tomato. This one, this is the one I am talking about. ജാഗറി. Jaggery. ശർക്കര. केरल में शर्करा बोलते हैं। പക്ഷെ എൻ്റെ കളറ് വ്യത്യാസമുണ്ട്. औरत बोले केक बोलते हैं। I would suggest like he has much better quality. You know. Where is he? I don't know. Let's just wait for him. Okay, we can wait. He has better quality, you know. Okay, we can wait. പുള്ളിക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നല്ല കുഞ്ഞു ഷോപ്പായതിൻ്റെ കുറച്ച് ലാഭത്തിന് കിട്ടും. നമ്മൾ അന്ന് കയറിയ കട ചിലപ്പോൾ കുറച്ച് കട വില കൂടുതലായിരിക്കും. നാസിഫിന് ചിലപ്പോൾ കമ്മീഷൻ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മളവിടെ കൊണ്ട് കയറ്റിയത്. നമുക്കറിയില്ലല്ലോ. നല്ല കടയുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണെന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. ആ, നല്ല ക്യാഷിനൊക്കെ കിട്ടും. വിച്ച് വൺ ഈസ് ഗുഡ്? This one is the best one. काजू केला सांग तू. These are organic and pure. This is the best quality. I would suggest. You can have a try. Just try one. You try one. How much 1 kilo? 1 kilo is some nachiva. 880 rupees. These are 700. 850. Best quality this one, right? Yeah, this is the best one. This how much? A half kg? ഒരു കിലോന്ന് This how much? How much? 800. ഇത് കൊള്ളാം കേട്ടോ. Half kg, 1 kg this. Half kg. This 1 kg. ഇത് ചെറിയ ആൽമണ്ട്സ് ആണ്, പക്ഷെ 800 രൂപയുള്ള കൊള്ളാം. അടുത്ത് നോക്ക്. അത് ഒരു തുപ്പിക്കളാ വേദനയായിരിക്കണം അവിടെ. ഇത്
ഇതാട്ടോ യാക്ക് ബട്ടർ. ലഡാക്കികളുടെ ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് യാക്ക് ബട്ടർ ടീ. നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അതായത് യാക്ക് അനിമലില്ലേ അതിൻ്റെ ബട്ടർ കൊണ്ടുണ്ടാക്കുന്ന ചായ. ഞാനതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാണ്. അത് വിൽക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മട്ടൻ്റെയൊക്കെ ഫാറ്റ് പോലെ ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. ഒരു കാര്യമുണ്ട്, വില കൊടുത്തതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇതത്രയ്ക്ക് എത്ര എന്നെങ്കിൽ 800 രൂപയല്ലേ ഉള്ളൂ. ചെറിയ ബദാ ഇതൊട്ടും കൊള്ളൂല. കയ്പല്ലേ ഇത്. ഇത് കഴിച്ചോണ്ടടാ. അതുകൊണ്ട് അരക്കില്ലേ വാങ്ങിയുള്ളത്, അത്ര പോരാ. അപ്പോൾ ഇതാണ് ലേ മാർക്കറ്റ്, മോൾ റോഡ്. ഫുൾ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ കവർ ചെയ്തിട്ടുള്ളൂ. മാഹിൻ ഫുൾ റെസ്റ്റ് പറഞ്ഞിടത്താണ് നമ്മൾ ഈ തേരാപ്പാര തെണ്ടിക്കൊണ്ട് നടക്കുന്നത്. രാത്രി വയ്യാതായ അനുഭവിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. എത്രയെന്തോ. How much? 1350. ये अंदर स्टील वाला है, शीशा वाला नहीं. 1300. How much is English? English 1000 350. नहीं 300 नहीं 11 110. 110. 150. और डिस्काउंट करो 1000. इधर देखना मैम. 1000 ओके. 1150. ഹോട്ട് हॉट ये 24 घंटा. 12 മണിക്ക് കഴിക്കാൻ പറഞ്ഞു. ഓക്കെ. ഡിസ്കൗണ്ട് ये अंदर ये है ना मैम, स्टील वाला ഫ്ലാസ്ക് प्लस. हाँ ഡിസ്കൗണ്ട്. शीशा नहीं. इसको लास्ट इनमें दवा 1050 करना. 1000. 1000. केरला में കേരള സാധനം. the sea jacket. अभी पूरा मटन. അത് കൈ പിടിച്ചോ, കുറച്ചല്ലേ ഉള്ളൂ. ഓക്കെ. वो तो नहीं क्या आवाज़ क्या दिया. എന്ത് സാധനം കൂടെയാ കോഴി അടക്കണേന്ന് തോന്നുന്നു. നമുക്ക് വലിയ ഫ്ലാസ്ക് ഒക്കെ ഇരിക്കണം. നമുക്ക് കൂടെ കോഴി അടക്കണം. നമുക്ക് വലിയ ഫ്ലാസ്ക് ട്രക്കിങ്ങിനൊക്കെ പോണവർക്കേ. ട്രക്കിങ്ങിനൊക്കെ ഇവിടെ ട്രക്കിങ് ക്യാമ്പിങ് 3 കുപ്പി മിനറൽ വാട്ടർ വാങ്ങിച്ചതിനകത്ത് നിറയ്ക്കണം. To carry things like traditional. അവസാനം ലേ ഫുൾ കണ്ടു തിരിഞ്ഞ ശേഷം നമ്മൾ ചായ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കഫേയിൽ പോയി. നമ്മുടെ ഗിരി എന്തോരോ മട്ടൻ്റെ സ്നാക്സൊക്കെ കിട്ടുന്ന പപ്സ് പോലത്തെ എന്തൊക്കെ സാധനം കിട്ടുന്ന ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ബ്രൗണിയോ അങ്ങനെ എന്തെങ്കിലും ഡെസേർട്ട്സ് എന്തെങ്കിലും കിട്ടുന്ന കഫേ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു കഫേയിൽ വന്നു. അവിടെ നിന്ന് വേദ ഒരു ചീസ് കേക്ക്, ഞാനെന്തോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കേക്ക്, ഗിരി ഒരു ബ്രൗണി. ഏട്ടനൊന്നും കഴിച്ചില്ല. ഏട്ടന് ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾ ഓരോ ക്യാപ്പച്ചൂണൊക്കെ വാങ്ങി കഴിച്ച് കുടിച്ച് നേരെ ഹോട്ടൽ റൂമിലേക്ക് പോയി. വീണ്ടും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ലേ എന്തായാലും വയ്യായെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇനി നാളത്തെ യാത്ര ഒരു 10-10 ആകുമ്പോൾ തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോകണം. സത്യം പറഞ്ഞാൽ ലേയിൽ വന്നിട്ട് ലഡാക്ക് കയറിയിട്ട് ഞാൻ ഇതുവരെയും സുഖമായിട്ട് ഒന്നും ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ട്. കാർഗിലിൽ വന്ന് ഞാൻ സുന്ദരമായിട്ട് ഉറങ്ങി. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ക്ഷീണം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. പക്ഷേ ഭയങ്കര തണുപ്പ്. അച്ഛനും മോൾക്കൊന്നും വലിയ പ്രശ്നമില്ല. എനിക്ക് തണുപ്പൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ പേസ്ട്രീസും ചീസ് കേക്കും ഒന്നും എനിക്കിഷ്ടമായില്ല. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു. ഇപ്പോൾ ക്യാപ്പച്ചൂനയും ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമായില്ല. ബില്ല് നല്ലൊരു എമൗണ്ട് വന്നു എങ്കിലും ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് പൊതുവേ എനിക്കും വേദയ്ക്കും ബ്രൗണി പേസ്ട്രീസൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഓക്കെ. എന്നിട്ട് ഈവനിങ് എന്ത് വേണമെന്ന് ഗിരി ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സൂപ്പ് മാത്രം മതി, വേദയ്ക്കും സൂപ്പ് മാത്രം മതി. ഏട്ടനും സൂപ്പ് പറഞ്ഞിട്ട് 2 റൊട്ടിയൂടെ പറഞ്ഞു. പിന്നെ അവരുടെ ഒരു വെജ് മിക്സ് കറി ഉണ്ട് കേട്ടോ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കാശ്മീരീസിൻ്റെയും ലഡാക്കീസിൻ്റെയും ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അതിന് ഞാൻ 100/100 കൊടുക്കും. നമ്മുടെ നാട്ടിലെ പോലെ ടേസ്റ്റ് ഒന്നുമല്ല, നോർത്ത് ഇന്ത്യൻസിൻ്റെ പോലെയല്ല. നല്ല നമുക്ക് കഴിക്കാൻ മനസ്സിന് സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല ഫുഡാണ്. കാശ്മീരീസിൻ്റെയും ലഡാക്കീസിൻ്റെയും ചിക്കൻ ആയാലും നോൺ വെജ് ആയാലും വെജ് ആയാലും നല്ലതാട്ടോ.
അങ്ങനെ ഈ തണുപ്പത്ത് ചൂടോടെ ഒരു സൂപ്പ് കുടിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ വന്നു. എന്നിട്ട് സുഖമായിട്ട് പോയി കിടക്കുകയാണ്. ഹോട്ടലിൽ ഹീറ്റർ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഹീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്താനേ. അതെന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു കേട്ടോ. കാരണം നമ്മളിനി അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് ഹീറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ആയിട്ടൊന്ന് സെറ്റായാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നാളെ കർത്തുങ്കൽ പാസ് വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് വഴി നമ്മൾ പോവും. അതിൻ്റെ വിശേഷവും മറ്റുമായിട്ട് കാണാം. അതുവരേക്കും നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വിശേഷമായിട്ട് നുബ്ര വേലി നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.